നിങ്ങൾ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പല വീടുകളിലും പോകുമ്പോഴും ഇങ്ങനൊരു ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ വേസ്റ്റൊക്കെ കത്തിച്ച് കളയാൻ പറ്റുന്ന ഇൻസിനറേറ്ററാണ്. നമുക്ക് വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുണ്ടാകുന്ന പേപ്പർ, നാപ്കിൻ, ഡയപ്പർ അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡിവൈസിലിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തീപ്പെട്ടി കത്തിച്ചിടുക, ഓട്ടോമാറ്റിക്കലി കത്തിപ്പോവും. ഇതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് എയർ, വായു ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് പോകും. അപ്പം നമ്മൾ ഇതിനുള്ളിലൊരു പേപ്പർ കത്തിച്ചിടുമ്പോൾ അതിനുള്ളിലുള്ള എയർ ചൂടായിട്ട് അത് മുകളിലേക്ക് പോകും. അതിൻ്റെ അടിയിലൊരു നോബ് കൊടുക്കുന്നുണ്ട്. ആ നോബ് വഴി എയർ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. സോ താഴത്തുനിന്ന് മുകളിലേക്കൊരു എയർ ഫ്ലോ ഇതിനുള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ അതിൽ ഊതിക്കഴിഞ്ഞാൽ തീ ആളിക്കത്തില്ലേ, അതേ ഒരു പ്രവർത്തനം ഇതിനുള്ളിൽ നടക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന നാപ്കിനായിട്ട് പേപ്പർ ആയിക്കോട്ടെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബേണായി പോകും, മുഴുവനായിട്ട് കത്തിത്തീരും. പലപ്പോഴും നമ്മൾ നിലത്തിട്ട് കത്തിക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തില്ല, അല്ലെങ്കിൽ അതേമാതിരി കിടന്നു പോകും. അതുകൊണ്ട് തന്നെ ആ കത്തി കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് നമ്മൾ എവിടെ ഇട്ട് കഴിഞ്ഞാലും അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. സോ ഇതുപോലെ ആയിരിക്കും കത്തിച്ച് കളഞ്ഞാലും കിട്ടുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആവില്ല നമ്മൾ നിലത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള നാപ്കിന്, ഡയപ്പർ അല്ലെങ്കിൽ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയിപ്പോവും. ആകെ നമുക്ക് അതിൻ്റെ ആഷ് മാത്രമേ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ, ചാരം മാത്രം. ഈ ചാരം നമുക്ക് എടുത്ത് പുറത്ത് ഒരു ബക്കറ്റിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ തെങ്ങിനോ എന്തിനോ ഇട്ട് കൊടുക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഡിവൈസാണിത്. ഇതിൻ്റെ ഉള്ളിലൊരു ഫയർ ബ്രിക്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ എപ്പോഴും ടെമ്പറേച്ചർ, ചൂട് എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് മഴയും വെയിലും ഒന്നും കൊണ്ടാലൊന്നും ഒന്നും സംഭവിക്കില്ല. വളരെ കാലം ഇത് കേടുകൂടാതെ നിൽക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ കത്തി ഒന്ന് തീയൊക്കെ ഒന്ന് കത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇതിൻ്റെ അടിയിലുള്ള വാൽവ് നോബ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആഷ് കാര്യങ്ങൾ ഒന്നെടുത്ത് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വേറെ ഇതിന് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ പെട്രോളോ മണ്ണെണ്ണയുടെ ഒന്നിൻ്റെ ആവശ്യവും വരുന്നില്ല. സോ നമുക്ക് നമ്മുടെ വീട്ടിലെ മാലിന്യം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ മാലിന്യം നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും നമുക്ക് ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ളതുണ്ട്. വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ വലിയ സൈസിൽ വരുന്നതുണ്ട്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപ്രൂവ് ചെയ്ത ടൈപ്പിലുള്ള ഡിവൈസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. സോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ സാധാരണ വീടുകൾക്കൊക്കെ വെച്ച് കൊടുക്കുന്നത്. കുറച്ചും കൂടി വലിയ കപ്പാസിറ്റി ആണെങ്കിൽ മൈൽഡ് സ്റ്റീലിൽ വരുന്ന യൂണിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് വെക്കുന്നതിന് ചെറിയൊരു സ്പേസ് മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് വീടിൻ്റെ താഴത്ത് വെക്കാം, അല്ലെങ്കിൽ ടെറസ് ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ടുവെക്കാം. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളോ ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരിക്കും നമ്മളിത് കൊണ്ടുവെക്കുന്നത്. പിന്നെ ഇതിൽ ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ക്ലീനിങ്ങിനൊക്കെ വരുന്ന തൊഴിലാളികൾക്കോ ആർക്ക് വേണമെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് വേറെ ടെക്നിക്കൽ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന പോലെ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ആണ് ഇതിന് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് നമ്പർ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾ കേരള ഞങ്ങൾ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ ഉണ്ട്, പിന്നെ സർവീസ് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന് പുറമെ നമ്മൾ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ